അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ റമദാൻ മാസമാണല്ലോ വരാൻ പോകുന്നത്. വിശുദ്ധ റമദാനിൽ സത്യവിശ്വാസി അവൻ്റെ എല്ലാ അവയവങ്ങളെയും നോമ്പിലൂടെ അവൻ്റെ നാവ്, അവൻ്റെ കണ്ണ്, അവൻ്റെ കൈ, അതുപോലെ തന്നെ അവൻ്റെ ഹൃദയം എല്ലാം ശുദ്ധമാക്കുക. അതോടൊപ്പം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ആവശ്യമില്ല നീ ഭക്ഷണം ഒഴിവാക്കുന്നത്, വെള്ളം ഒഴിവാക്കുന്നത്, നീ പട്ടിണി കിടക്കുന്നതിൽ ഒരു കാര്യവുമില്ല. നോമ്പിനെ ഫസാദാക്കുന്ന, റമദാനിൻ്റെ ഇബാദത്തുകളെ ഫസാദാക്കുന്ന നിങ്ങളെ നാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, റുബസ്വായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ, എത്രയെത്ര നോമ്പുകാർ അവർ പട്ടിണി കിടക്കുന്നു എന്നല്ലാതെ അവരുടെ നോമ്പ് ഒരു പ്രയോജനത്തിനും കിട്ടുന്നില്ല. അതേസമയത്ത് റുബഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ല ഷഹർ, എത്രയെത്ര രാത്രി നിന്ന് നിസ്കരിക്കുന്നവരാണ് അവരുടെ ആ രാത്രി നിന്ന് നിസ്കാരം അഥവാ ഖിയാമുൽ ലൈല് അവരുടെ ഉറക്കം വഹിക്കുന്നു എന്നല്ലാതെ ഒരു പ്രയോജനവും അവർക്കുണ്ടാകുന്നില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നോമ്പിനെ ഫസാദാക്കി കളയുന്ന നാവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ പട്ടിണി കിടക്കുന്നത് കൊണ്ടൊരു കാര്യവും ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് ഖേദിച്ച് മടങ്ങി പശ്ചാത്താപം ചെയ്ത്, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കുക. കുടുംബ ബന്ധം അത് പുലർത്താൻ വേണ്ടി, അത് ഉയർന്നതാകാൻ വേണ്ടി, കുടുംബബന്ധം നന്നാകാൻ വേണ്ടി വലിയ പരിശ്രമവും പ്രയത്നവും നടത്തുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത കാത്തിഹുർ റഹ്മീൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സുബർക്കത്തിൽ കടക്കില്ലെന്നും സ്വർഗം പ്രവേശനം ചെയ്യാൻ അവനിക്ക് സാധ്യമല്ലെന്നും, കുടുംബബന്ധം ചർച്ച അത് അള്ളാഹുവിൻ്റെ അർശുമായി കൊളത്തിയിരിക്കുന്ന ഒരു ചെയിനാണ്. മൻ ഖതഅഹ ഖതഅഹുല്ലാഹ്, ആരൊരുത്തൻ കുടുംബബന്ധത്തെ മുറിക്കുന്നുവോ അവൻ അള്ളാഹുമായുള്ള സംബന്ധത്തെയാണ് മുറിക്കുന്നത്. മം വസലഹ, വല്ലവനും ആ കുടുംബ ബന്ധത്തെ ചേർക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും തെറ്റിയവരുമായി നന്നായി പോകുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുമായുള്ള ബന്ധത്തെയാണ് അവൻ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന, കുടുംബത്തെ അപമാനിക്കുന്ന, കുടുംബത്തെ അവഹേളിക്കുന്ന വലിയ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളുമാണ് നാം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഫളിഹത്താക്കുമ്പോൾ, അവരെ പരിഹസിക്കുമ്പോൾ, അവരെ ചെറുതാക്കി കാണുമ്പോൾ അത് ഖ മ എന്ന് മുണ്ടാൻ തയ്യാറാകാതെ അത് കേട്ടു നിൽക്കുന്നത്. അൽ മുഹ്താബ് വൽ മുസ്തമിഉ ശരീക്കാനി ഫിൽ ഇസ്മി, ഗൈബത്ത് പറയുന്നവനും ഗൈബത്ത് കേൾക്കുന്നവനും രണ്ടാളും കുറ്റത്തിൽ സമന്മാരാണ്. ആളുകളുടെ മുന്നിൽ ഒരാളെ ഫളിഹത്താക്കുമ്പോൾ തനാമു ഐനാക്ക ലാ തദ്ലിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറ, നിനക്ക് കഴിവുണ്ടെങ്കിലും നീ ആരെയും ളുൽമ ചെയ്യണ്ട, ആക്രമിക്കണ്ട, അനീതി കാണിക്കണ്ട. എന്തേ? ആ നീ ചെയ്ത ളുൽമ, അക്രമം, അനീതി അത് നിന്നെ ഖേദത്തിലേക്ക്, ബേജാറിലേക്ക് തിരിച്ചു കൊണ്ടുവരും. കാരണം എന്തേ? നീ ഇന്ന് ഒരാളെ ഫളിഹത്താക്കി, നാലാളുകളെ കൂടി ചർച്ച ചെയ്ത് ഒരാളെ വിഷയത്തിൽ അയാൾ ഇല്ലാത്ത സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നബിയെ, നമ്മളൊരാളെ പറ്റി അയാൾ ഇല്ലാത്ത സമയത്ത് അയാളിൽ ഉള്ളതാണ് പറയുന്നതെങ്കിൽ, പ്രവാചകർ പറഞ്ഞു, ഉള്ളതാണ് പറയുന്നതെങ്കിൽ ഫഖദ് ഇഗ്തബ ഇത്തോ, നീ അവനെ ഗൈബത്ത് പറഞ്ഞു. ഇല്ല, ഇനി ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ ഫഖദ് ബഹ, നീ അവനെ കുറിച്ചു കട്ടി വേണ്ടാത്തത് ഉണ്ടാക്കി പറഞ്ഞു. ഇത് വലിയ കുറ്റമാണ്. നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അതദ്റൂനൽ മുഫ്ലിസ്, മുഫ്ലിസിനെ നിനക്ക് പരിചയമുണ്ടോ? പാപ്പർ ഷൂട്ടായവൻ, ഗതിയില്ലാത്തവൻ, അല്ലെങ്കിൽ എന്നിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മോചനപത്രം എഴുതിയവനെ കുറിച്ച് നിനക്ക് പരിചയമുണ്ടോ? ബല യാ റസൂലല്ലാഹ്, മല്ലാ ദിർഹമും വലാ ദീനാർ, കയ്യിൽ പൈസ ഇല്ലാത്തവൻ, ദിർഹമും ദീനാറും ഇല്ലാത്തവനാണ് യഥാർത്ഥത്തിൽ പാപ്പർ ഷൂട്ടായവൻ. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ ഉമ്മത്തിമാരിൽ നിന്ന് ഒരു കൂട്ടം പാപ്പർ ഷൂട്ടായവർ, അവർ നോമ്പ് പിടിച്ചവരാണ്, നിസ്കരിച്ചവരാണ്, ജമാഅത്തിന് പോയവരാണ്,
നല്ല താടിയും തലപ്പാവും ധരിച്ച് നടന്നവരാണ്. അവർ കാഴ്ചക്ക് വേണ്ടത്ര ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ അള്ളാഹുവിന്റെ മഹ്ശറയിലേക്ക് അവരുടെ ഇബാദത്തുമായി പോവുകയാണ്. അവരെ മഹ്ശറയിൽ വിളിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി അവരുടെ ഇബാദത്തുമായി കാക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ അടുത്ത് വന്ന് ക്യൂ നിൽക്കുകയാണ്. എന്തിനാണ് ക്യൂ നിൽക്കുന്നത്? അവൻ പറയുന്നു, നീ വലിയ ഇബാദത്ത് ചെയ്തിട്ട് വലിയ ആളായിട്ട് നീ സ്വർഗത്ത് കിടക്കാൻ പോയല്ലേ, നീ എന്നെ പറ്റി ഗൈബത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ പറ്റി നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ പറ്റി വേണ്ടാത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ അവന്റെ കൂടെ കൂട്ടുനിന്നവനാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പകരം തരണം. മഹ്ശറ എന്ന് പറഞ്ഞാൽ നന്മനെയും തിന്മനെയും ഹാജരാക്കപ്പെടുന്ന സ്ഥലമാണല്ലോ. നിങ്ങൾ ചെയ്തത് മുഴുവനും അള്ളാഹുവിന്റെ മഹ്ശറയിൽ ഹാജരാക്കപ്പെടും. ഒരു അണുമണി അള്ളാഹുവിന്റെ അടുത്ത് അനീതി ഉണ്ടാകില്ല. കൊമ്പില്ലാത്ത ആട്ടിനിക്ക് കൊമ്പുള്ള ആട് കുത്തിയിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാത്ത ആട്ടിനിക്ക് അള്ളാഹു കൊമ്പ് കൊടുത്തുകൊണ്ട് മഹ്ശറയിൽ കുത്തിക്കും. കൂനു തുറാബ, പകരം വീട്ടാതെ അള്ളാഹു താല ആ ആടിനെ വിടില്ല. പിന്നെ അവരോട് പറയും, കൊമ്പില്ലാത്ത ആട്ടിനിക്ക് കുത്തി പകരം വീട്ടിയോ? അതെ, ഞാൻ വീട്ടിയിട്ടുണ്ട്, എന്നെ ദുനിയാവിൽ കുത്തിയതിന് പകരം. അള്ളാഹ് പറയും, കൂനു തുറാബ, നിങ്ങൾ പകരം വീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മണ്ണായി പോകും. ആ സമയത്ത് മനുഷ്യൻ പറയും, യാ ലൈതനി കുന്തു തുറാബ, ഞാനും മണ്ണായിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നോ? എന്നോട് പലരും ചോദിക്കാൻ വേണ്ടി വരികയാണ്. ഒരാൾക്ക് കഴിവുണ്ട്, ഒരാൾക്ക് സാധിക്കുന്നുണ്ട്, പലരും കൈകൊട്ടുന്നുണ്ട്, പലരും ചർച്ചക്ക് സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എൻ്റെ മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട് പറയുവാനുള്ളത്, അനീതിക്ക് കൂട്ടുനിൽക്കുന്ന, ഗൈബത്തിന് കൂട്ടുനിൽക്കുന്ന, ഫിത്നക്കും ഫസാദിനും കൂട്ടുനിൽക്കുന്ന ആ ചങ്ങത്വം അഥവാ സ്നേഹം നമ്മളിൽ ഉണ്ടാകരുത്. കുടുംബം എന്നത് വലിയ അർശുമായി ബന്ധപ്പെടുത്തിയ വലിയ ഒരു ചങ്ങലയാണ്. ആ ചങ്ങലയെ പൊട്ടിക്കാൻ പരിശ്രമിക്കുന്നത് ആ ചങ്ങല തന്നലെ നിലനിൽക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഞങ്ങള് പരസ്പരം കൂടുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്നുണ്ട്, കുടുംബത്തിന്റെ ബാധ്യത തീർത്തു എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. കുടുംബത്തിന്റെ ബാധ്യത, ഉത്തരവാദിത്വം, ഒരു കാളിന് മുള്ളു തറച്ചാലും വേദനിക്കുന്ന സമയത്ത് അവന്റെ കൂടെ വേദനിക്കുക. മസലുൽ മുഅ്മിനീന ഫി തവാദ്ദിഹിം വതറാഹുമിഹിം വതഅതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ്. സത്യവിശ്വാസികളുടെ ഉദാഹരണം ഒരു നല്ല ഒരു മതില് പോലെ. യശുദ്ദു ബഅ്ളുഹു ബഅ്ള, ഒരു കല്ലിന്റെ മേലൊരു കല്ല് കെട്ടിയിട്ട് ഒരു മതിലിനെ കെട്ടും പോലെ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, പരസ്പര കുടുംബങ്ങൾ ഒറ്റക്കെട്ടായി സ്നേഹത്തോടു കൂടെ കഴിയേണ്ടവർ. ഏതെങ്കിലും ഒരു കാലിന് മുള്ളു തറച്ചാൽ ആ കാലിനല്ലേ തറച്ചത്, കാലി അനുഭവിച്ചോട്ടെ എന്ന് കാലിനെ വിടാത്തത് പോലെ കാലിന് തറച്ച നൊമ്പരത്തെ വായി കൊണ്ട് പറയുന്നു, ഉറക്കം വഹിക്കുന്നു, രാത്രി ഉറക്കം വരുന്നില്ല, കണ്ണുവേദനയാകുന്നു, കാലിനല്ലേ തറച്ചത് എന്ന് പറഞ്ഞിട്ട് കാലി അനുഭവിക്കട്ടെ എന്ന് വിടാത്തത് പോലെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ വിഷമിപ്പിക്കുമ്പോൾ, പ്രയാസപ്പെടുത്തുമ്പോൾ അതിനെ കൂട്ടുനിന്നാൽ, അതിനെ കണ്ടു നിന്നാൽ, അതിനെ ആസ്വദിച്ചാൽ പടച്ച റബ്ബ് മഹ്ശറയിൽ വിടുമെന്ന്, കുടുംബബന്ധം തീർത്തിട്ടുണ്ടെന്ന്, ഞങ്ങൾ കുടുംബബന്ധം ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നതിന് എന്തർത്ഥമാണ് കാണുന്നത്? സത്യവിശ്വാസികൾ പരസ്പരം സ്നേഹത്തോടെ, സൗഹൃദത്തോടു കൂടെ, വഞ്ചനയില്ലാത്ത, ചതിയില്ലാത്ത പരസ്പരം സ്നേഹത്തിലൂടെ കഴിയേണ്ട സമയമാണ് വിശുദ്ധ റമളാൻ. പലരെയും നാം കേടുവരുത്തിയിട്ടുണ്ട്. പലരും എന്തെങ്കിലും ദാനധർമ്മം ചെയ്ത സമയത്ത് സ്വർഗത്തിന്റെ മധ്യത്തിലാണെന്ന് ആസ്വദിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അവരറിയുന്നില്ല, എൻ്റെ അമലുകൾ ഒരു പരത്തപ്പെട്ട ധൂള് പോലെ, എൻ്റെ അനാവശ്യ സംസാരത്തെ കൊണ്ട്, എൻ്റെ അനാവശ്യ കൂട്ടായ്മ കൊണ്ട്, എൻ്റെ ഫസാദും ഫിത്നയെ കൊണ്ട്, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ചെയ്ത അമലുകൾ ബാത്തിലായി തീരുന്ന പ്രവർത്തനങ്ങൾ എന്നിൽ ഉണ്ടാകുന്നുണ്ട്. സുബൈ വരെ സുജൂദ് ചെയ്തിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഒരു മുഅ്മിന്റെ ഖൽബിനെ വേദനിപ്പിക്കുന്ന, ഒരു സത്യവിശ്വാസിയുടെ ഖൽബിനെ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മിന്നുണ്ടാകാൻ പാടില്ല. പരിശുദ്ധ റമളാനിലേക്ക് തിരിച്ചു പോകുമ്പോൾ റമളാനിന്റെ പകല് മുഴുവനും പട്ടിണിയായി, രാത്രി മുഴുവൻ തറാവിയും ഇബാദത്തുകളുമായി കഴിയുന്ന നാം പടച്ച റബ്ബിൽ കരഞ്ഞ് കേണപേക്ഷിക്കണം. അള്ളാഹുവിനോട് മാത്രം കേണപേക്ഷിച്ചാൽ പോരാ. നീ ആരെക്കുറിച്ച് ഗൈബത്ത് പറഞ്ഞിട്ടുണ്ടോ, ആരെക്കുറിച്ച് ഫസാദ് പറഞ്ഞു നടന്നിട്ടുണ്ടോ, അവരോട് പോയിട്ട് എനിക്ക് മാഫ് ചെയ്യണം. മാഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരാ, അവൻ മാഫ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ മാത്രമേ നിന്റെ തൗബാനെ അള്ളാഹു കബൂലാക്കുന്നുള്ളൂ.
മനുഷ്യനിക്ക് അള്ളാഹു വലിയ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്, പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവങ്ങൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി ഓടി നടക്കുന്നവനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എങ്ങനെയാ പ്രവാചകർ പഠിപ്പിച്ചത്? സാമാജിക കാര്യകർത്തന്മാരോട്, സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് പറയുവാനുള്ളത് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഒരു മണിക്കൂർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുന്നത് എന്റെ മദീന പള്ളിയിൽ 3 മാസം ഇഅ്തികാഫിന് ഇരിക്കുന്നതിനേക്കാൾ ഖൈർ. 10,000 റക്അത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടുന്നു. അതിനേക്കാൾ അവന്റെ ഈമാൻ അനുസരിച്ച് ലക്ഷക്കണക്കിന് റക്അത്തിന്റെ പ്രതിഫലം കിട്ടുന്നു. ആ നിലക്കുള്ള പള്ളിയിൽ 3 മാസം ഇഅ്തികാഫിന് ഇരിക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ പാവപ്പെട്ടവന് വേണ്ടി, സാധുവിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത് ഖൈറാണെന്ന് പ്രവാചകർ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ സത്യവിശ്വാസികളോട് വിശുദ്ധ റമദാനിൽ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, കിറ്റുകൾ വിതരണം ചെയ്യുക, പാവങ്ങളെ കുറിച്ചു അവരുടെ വീട് അന്വേഷിച്ച് നോമ്പ് തുറക്കാനുണ്ടോ, അവർക്ക് അത്തായത്തിനുണ്ടോ, അവരെന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, അവര് ഒരു മംഫത്തറ സ്വാഹിമ, ഒരു നോമ്പുകാരന്റെ നോമ്പ് തുറപ്പിച്ചാൽ അതിന്റെ പ്രതിഫലമോ സ്വർഗമെന്ന് പ്രവാചകർ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യുക, നന്മയുടെ കൂടെ നിൽക്കുക, ഫിത്ന ഫസാദിൽ നിന്ന് മാറി നിൽക്കുക. ഫിത്ന ഫസാദ് ചെയ്യുന്ന സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക. അതിന് സപ്പോർട്ടായി നിന്നാൽ അവർക്ക് കിട്ടുന്ന കുറ്റത്തിൽ നാമും ഭാഗിയാകും, നാമും പാർട്ട്ണറുകാരനാകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയന്ന് അവന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ എല്ലാ സത്യവിശ്വാസികളോടും പറയുവാനുള്ളത് പരസ്പരം സ്നേഹം, സൗഹൃദം കൈമാറി, പ്രത്യേകിച്ച് റമദാനിൽ പ്രത്യേകം ദുആ ചെയ്യേണ്ടത് ഇന്ത്യ രാജ്യത്തേക്ക് നല്ലൊരു ഭരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി, സമൂഹത്തിന് അല്ലലും വില്ലലും ഉണ്ടാക്കുന്നവരെ സമൂഹത്തിന് വേർതിരിച്ച് കാണാനുള്ള വ്യവസ്ഥയിലേക്ക്. കാരണം എന്തേ, തൂറിയവനെ പേറി നടക്കരുത്, അവന് പേറിയവരെല്ലാം നാറിപ്പോകും. അതുകൊണ്ട് തന്നെ തിന്മ ചെയ്യുന്നവന്റെ കൂടെ നിൽക്കാതെ, തിന്മയുടെ കൂടെ നിൽക്കാതെ നന്മയുടെ കൂടെ നിൽക്കുക. അള്ളാഹു പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. എല്ലാ ദുആ വസിയത്തോടു കൂടെ വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.